Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കായ അനാലിസിസ് ഓഫ് ഫിക്സ്ഡ് ബീംസ് വിത്തൗട്ട് സപ്പോർട്ട് സെറ്റിൽമെന്റ് ബൈ യൂസിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തഡ്. സപ്പോർട്ട് സെറ്റിൽമെന്റ് വരാത്ത ഫിക്സ്ഡ് ബീംസിന്റെ അനാലിസിസ് യൂസിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. Already, moment distribution method le analysis of beams in the analysis procedure കഴിഞ്ഞ video lecture discuss ചെയ്തിരുന്നു. First step, fixed end moment calculation. ഓരോ ലോഡിനും corresponding ആയിട്ട് fixed end moment calculate ചെയ്യാനുള്ള formula നിങ്ങൾക്ക് അറിയാം. Consider ഒരു span carrying central point load. MFAB is minus WL by 8 and MFBA is WL by 8. For a span carrying eccentric point load, MFAB is minus WAB square by L square and MFBA is WBA square by L square. For a span carrying UDL, MFAB is equal to minus WL square by 12 and MFBA is equal to WL square by 12. So, three ലോഡ് കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസിലി ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേഷൻ. ഓരോ ജോയിന്റിലും മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുക ബൈ യൂസിങ് ദി ഫോർമുല K by sigma K. ശ്രദ്ധിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് ജോയിന്റിലെ മെമ്പേഴ്സ് കൺസിഡർ ചെയ്യില്ല. സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റ്സിലാണ് നമ്മൾ ജോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് ഡ്രോ ദി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാം, ഓരോ ജോയിന്റ് ആയിട്ട് ബാലൻസ് ചെയ്യുക, ക്യാരി ഓവർ ചെയ്യുക. ഓക്കെ, സോ ഒരു ഐറ്ററേറ്റീവ് സൈക്കിളാണ് നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫൈനലി നമ്മൾ ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഫൈനൽ മൊമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഡ്രോ ദി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അനാലിസിസ് ഓഫ് ബീംസിന്റെ അനാലിസിസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ സെയിം അനാലിസിസ് പ്രൊസീജിയർ നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ യുവർ ഫസ്റ്റ് പ്രോബ്ലം ഇസ് analyze the continuous beam shown in figure by moment distribution method and draw bending moment diagram and shear force diagram. Fixed beam is given. So ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് ബീം ആണ് തന്നിരിക്കുന്നത്. ഈ ബീമിനെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ യു നീഡ് ടു ഡ്രോ ദി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, സോ നമുക്ക് അനാലിസിസ് പ്രൊസീജിയറിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡ് ദി ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ്. So first AB എന്ന സ്പാൻ കൺസിഡർ ചെയ്യുക. AB എന്ന സ്പാനിൽ ത്രൂ ഔട്ട് UDL ആണ് ക്യാരി ചെയ്യുന്നത്. സോ MFAB is equal to minus WL square by 12, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. Then MFBA is equal to WL square by 12, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. Similarly, BC എന്ന സ്പാനിൽ എക്സെൻട്രിക് പോയിന്റ് ലോഡ് ആണ് ക്യാരി ചെയ്യുന്നത്. സോ MFBC is equal to minus WAB square by L square, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. And MFCB is WBA square by L square. Value substitute here, simplify here. Okay, so first step, fixed end moment calculation. Then second step, determine the distribution factor. എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റിലെ മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വേണം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഫിക്സ്ഡ് ജോയിന്റിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടാബുലാർ കോളം വരയ്ക്കാനായിട്ട് പറഞ്ഞിരുന്നു. ജോയിന്റ്, മെമ്പേഴ്സ്, സ്റ്റിഫ്നെസ് K, സിഗ്മ K, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ K by സിഗ്മ K. റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ഓരോ ജോയിന്റിലും മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. ആ മെമ്പേഴ്സിലെ സ്റ്റിഫ്നെസ് K വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഈ ഫിഗറിൽ ABC എന്ന കണ്ടിന്യൂസ് ബീമിൽ റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റ് എന്ന് പറയുന്നത് ജോയിന്റ് B ആണ്. Joint B യിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് BA ആൻഡ് BC. സോ നമ്മുടെ ടാബുലർ കോളത്തിലോട്ട് പോവാം. ഫസ്റ്റ് കൺസിഡർ ജോയിന്റ് B. ജോയിന്റ് B യിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് BA ആൻഡ് BC.
സോ ഇനി നമ്മൾ നോക്കുന്നത് ബി എയുടെയും ബി സിയുടെയും സ്റ്റിഫ്നെസ് ആണ്. രണ്ട് എൻഡും ഫിക്സ്ഡ് ആണെങ്കിൽ, രണ്ട് സപ്പോർട്ട്സും ഫിക്സ്ഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 4EI/L ആണ്. എക്സ്പ്രഷൻ ഫോർ സ്റ്റിഫ്നെസ് ആൻഡ് ക്യാരി ഓവർ ഫാക്ടർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ. സിമിലർലി സ്റ്റിഫ്നെസ് ഓഫ് മെമ്പർ BA is 4EI/L. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സിമിലർലി BC എന്ന മെമ്പറിന്റെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക. BC എന്ന മെമ്പറിലെ രണ്ട് എൻഡ്സും ഫിക്സ്ഡ് ആണ്. സോ stiffness is 4EI/L. Then sigma K. Sigma K എന്ന് പറയുന്നത് ഓരോ ജോയിന്റിലും മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ സ്റ്റിഫ്നെസ്സിന്റെ സം ആണ്. സോ സിഗ്മ K കാൽക്കുലേറ്റ് ചെയ്യുക. Then find the distribution factor for each member. ഓരോ മെമ്പറിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ആ മെമ്പറിന്റെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ സിഗ്മ K. ഓക്കെ, സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അങ്ങനെ ഒരു ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ distribution factor calculate here. Okay, the next step is draw the distribution table. Distribution table വരയ്ക്കുക. Distribution table വരയ്ക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഏത് ജോയിന്റ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിലാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വരുന്നത്. സോ ഇവിടെ ജോയിന്റ് എ ഉണ്ട്, ജോയിന്റ് ബി ഉണ്ട്, ജോയിന്റ് സി ഉണ്ട്. അതിൽ ജോയിന്റ് ബിയിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിനാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ജോയിന്റ് ബി ഒരു വെർട്ടിക്കൽ ലൈൻ, ജോയിന്റ് ബിയിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ദെൻ ജോയിന്റ് ബിയുടെ ലെഫ്റ്റ് സൈഡുള്ള മെമ്പറായ ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതാനായിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. അതുപോലെ ബിയുടെ റൈറ്റ് മെമ്പറായ ബി സിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതാനായിട്ട് റൈറ്റ് സൈഡ് ഒരു ബോക്സ് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആദ്യം വരയ്ക്കേണ്ടത്. ഇനി ഈ കണ്ടിന്യൂസ് ബീമിൽ സി എന്ന ജോയിന്റ് ഫിക്സ്ഡ് ആയിരുന്നില്ല, സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നെങ്കിൽ അവിടെ സി ബി എന്ന മെമ്പറിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വരുമായിരുന്നു. സോ അവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന് ഒരു ബോക്സ് വരയ്ക്കേണ്ടി വന്നേനെ. ഇപ്പോൾ സി എന്ന ജോയിന്റ് ഫിക്സ്ഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ വേറെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ കാര്യമൊന്നും വരുന്നില്ല. ഓക്കെ, സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഹൊറിസോണ്ടൽ ലൈനിന്റെ മുകളിലായിട്ട് ജോയിന്റ്സ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യുക. എ ബി സി, നമുക്ക് 3 ജോയിന്റ് ആണ് വരുന്നത്. എ ബി സി മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതുക. ബി എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ആയ ബി എ ആൻഡ് ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ എൻഡിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എഴുതുക. എ എന്ന എൻഡിലെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് MFAB എഴുതുക. അതുപോലെ MFBA, ബി എയിലെ നേരെ MFBA എഴുതുക. അതുപോലെ MFBC ആൻഡ് MFCB. ഓക്കെ, അപ്പോൾ ഓരോ എൻഡിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എടുത്ത് എഴുതുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എഴുതി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഓരോ ജോയിന്റ് ആയിട്ട് ബാലൻസ് ചെയ്യുക. ഓക്കെ, ഓരോ ജോയിന്റിലായിട്ട് മൊമെന്റ്സിന്റെ സം 0 ആക്കുക. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോയിന്റ് ബാലൻസിങ് ആണ്. ഓക്കെ, അപ്പോൾ ജോയിന്റ് ബാലൻസ് ചെയ്യുന്നത് എപ്പോഴും റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റിനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റ് എന്ന് പറയുന്നത് ജോയിന്റ് ബി ആണ്. അപ്പോൾ ജോയിന്റ് ബി ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അവിടുത്തെ അൺബാലൻസ്ഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത് ജോയിന്റ് ബിയിലെ മൊമെന്റ്സിന്റെ സം ആണ്. സോ ഇവിടുത്തെ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത് ജോയിന്റ് ബിയിൽ 2 മൊമെന്റ്സ് ആണ് വരുന്നത്, MFBA ആൻഡ് MFBC. സോ ഇവിടുത്തെ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത് 90 - 32 ആണ്. കാരണം ബി എന്ന ജോയിന്റിൽ വരുന്ന മൊമെന്റ്സ് എന്ന് പറയുന്നത് 90 - 32 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും അൺബാലൻസ്ഡ് മൊമെന്റ്. സോ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത് 90 - 32 which is 58. 58 ആണ് നമ്മുടെ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ജോയിന്റ് ബിനെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമുക്കൊരു അൺബാലൻസ്ഡ് മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ജോയിന്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് നെഗറ്റീവ് അൺബാലൻസ്ഡ് മൊമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ? എനിക്ക് ബി എന്ന ജോയിന്റ് ബാലൻസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഓൾറെഡി അൺബാലൻസ്ഡ് മൊമെന്റ് ഉണ്ട്. അപ്പോൾ ബാലൻസിങ് മൊമെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് അൺബാലൻസ്ഡ് മൊമെന്റ് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ജോയിന്റ് ബി ബാലൻസ്ഡ് ആവത്തില്ലേ? സോ ഈ ജോയിന്റ് ബിയിലെ അൺബാലൻസ്ഡ് മൊമെന്റ് 58 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബാലൻസിങ് മൊമെന്റ് എത്രയായിരിക്കും? -58. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്?
ബാലൻസിങ് ചെയ്യുക. എന്താ നമ്മുടെ ബാലൻസിങ് മൊമെന്റ് എന്ന് പറയുന്നത് -58 ആണ്. ആ -58 എന്ത് ചെയ്യുക, ബി എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന രണ്ട് മെമ്പേഴ്സ് ഉണ്ട്, പി എ ആൻഡ് ബി സി. ഈ രണ്ട് മെമ്പേഴ്സിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബിയിലെ ഓരോ ജോയിന്റിലെയും അൺബാലൻസ്ഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അൺബാലൻസ്ഡ് മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാലൻസിങ് മൊമെന്റ്. ഇപ്പോൾ അൺബാലൻസ്ഡ് മൊമെന്റ് 58 ആണെങ്കിൽ ബാലൻസിങ് മൊമെന്റ് -58 ആയിരിക്കും. സോ ബാലൻസിങ് മൊമെന്റ് വേണം ഓരോ മെമ്പറിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. സോ ബാലൻസിങ് മൊമെന്റ് ഓൺ മെമ്പർ ബി എ ഈസ് -58 into ബി എയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.6. You will get -34.8. Similarly, balancing moment on member BC is -58 into distribution factor on BC, which is -58 into 0.4, that is -23.2. Okay, അപ്പോൾ ഓരോ ജോയിന്റ് ആയിട്ട് ആ ജോയിന്റിലെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സിന്റെ സം എടുക്കുമ്പോൾ അവിടുത്തെ അൺബാലൻസ്ഡ് മൊമെന്റ് കിട്ടും. അതിന്റെ നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാലൻസിങ് മൊമെന്റ്. ബാലൻസിങ് മൊമെന്റ് ആ ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ പെർട്ടിക്കുലർ മെമ്പറിലെ ബാലൻസിങ് മൊമെന്റ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ ബി എയുടെ ബാലൻസിങ് മൊമെന്റ് -34.8 ആണ് ആൻഡ് ബി സിയുടെ ബാലൻസിങ് മൊമെന്റ് എന്ന് പറയുന്നത് -23.2. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാലൻസിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാരി ഓവർ ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാരി ഓവർ എന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റിൽ ഒരു ബാലൻസിങ് മൊമെന്റ് ഡെവലപ്പ് ആയപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഫാർ ഫിക്സ്ഡ് എൻഡിൽ ഡെവലപ്പ് ആകുന്ന മൊമെന്റ് ആണ് ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുന്നത്. എപ്പോഴും ബാലൻസിങ് മൊമെന്റിന്റെ പകുതി ആയിരിക്കും ക്യാരി ഓവർ മൊമെന്റ്. സോ നമ്മൾ എപ്പോഴും ബാലൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാരി ഓവർ ആണ്. സോ എനിക്കിപ്പോൾ ബി എയുടെ ബാലൻസിങ് മൊമെന്റ് -34.8 എന്ന് കിട്ടി. ഇപ്പോൾ അറ്റ് ദ സെയിം ടൈം ബി എന്ന ജോയിന്റ് ഞാൻ ബാലൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഫാർ എൻഡായ എ ബിയിൽ ഡെവലപ്പ് ആകുന്ന മൊമെന്റ് ആണ് ക്യാരി ഓവർ മൊമെന്റ്. സോ ക്യാരി ഓവർ മൊമെന്റ് ഓൺ എ ബി വിൽ ബി ഹാഫ് ഓഫ് ബാലൻസിങ് മൊമെന്റ് ഓൺ ബി എ. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, എ ബിയുടെ ക്യാരി ഓവർ മൊമെന്റ് -34.8/2. സിമിലർലി സി ബിയുടെ ക്യാരി ഓവർ മൊമെന്റ് എന്തായിരിക്കും, ബി സിയുടെ ബാലൻസിങ് മൊമെന്റ് ഡിവൈഡഡ് ബൈ 2, that is -23.2 divided by 2. സോ അടുത്ത സ്റ്റെപ്പ് ക്യാരി ഓവർ ചെയ്യുക. ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുന്നത് ബാലൻസിങ് മൊമെന്റിന്റെ പകുതി. ഓക്കെ, സോ നമുക്ക് ക്യാരി ഓവർ മൊമെന്റ് എ ബിയുടെ ക്യാരി ഓവർ മൊമെന്റ് -17.4, അതുപോലെ സി ബിയിലെ ക്യാരി ഓവർ മൊമെന്റ് -11.6 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇപ്പോൾ ഫസ്റ്റ് ബാലൻസിങ് കഴിഞ്ഞു, ക്യാരി ഓവർ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓരോ ബാലൻസിങ് ക്യാരി ഓവർ കഴിയുമ്പോൾ ഓരോ സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓരോ സൈക്കിളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ജോയിന്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്യാരി ഓവർ കഴിഞ്ഞു, ഇപ്പോൾ ഒരു സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ജോയിന്റ് ബി ഒന്ന് നോക്കിയേ, ജോയിന്റ് ബിയിൽ ഏതെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? ഇല്ല. ജോയിന്റ് ബിയിൽ ഫസ്റ്റ് ക്യാരി ഓവർ കഴിഞ്ഞപ്പോൾ മൊമെന്റ്സ് ഒന്നുമില്ല, വിച്ച് മീൻസ് ജോയിന്റ് ബി ഈസ് ബാലൻസ്ഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബാലൻസിങ്ങും ക്യാരി ഓവറും കഴിയുമ്പോൾ ഓരോ ജോയിന്റ്സ് ആയിട്ട് ചെക്ക് ചെയ്യുക. ആ ജോയിന്റ്സിൽ മൊമെന്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും മൊമെന്റ്സ് ഉണ്ടെങ്കിൽ അഗൈൻ ബാലൻസിങ് ആൻഡ് ക്യാരി ഓവർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്യാരി ഓവർ കഴിഞ്ഞപ്പോൾ ബി എന്ന ജോയിന്റിൽ മൊമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. സോ ജോയിന്റ് ബി ഈസ് ബാലൻസ്ഡ്. ഓക്കെ, അപ്പോൾ ഓരോ സൈക്കിളും കഴിയുമ്പോൾ നിങ്ങളുടെ ജോയിന്റിലെ മൊമെന്റ്സ് ബാലൻസ്ഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സൈക്കിൾ കഴിഞ്ഞപ്പോൾ തന്നെ ജോയിന്റ് ബി ബാലൻസ്ഡ് ആയി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫൈനൽ മൊമെന്റ് കാൽക്കുലേഷൻ. ഫൈനൽ മൊമെന്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഓരോ എൻഡിലെയും മൊമെന്റ്സിന്റെ സം എടുത്താൽ മതി. എ ബിയുടെ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത് -90 -17.4 which is -107.4. അതുപോലെ ബി എയുടെ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത് 90 -34.8 that is 55.8. അതുപോലെ ബി സിയിലെ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത് -32 -23.2 which is -55.2. Similarly, CB യുടെ ഫൈനൽ മൊമെന്റ് is 64 -11.6 that is 52.4. Okay, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ
ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഓരോ ബാലൻസിങ്ങും ക്യാരി ഓവറും കഴിയുമ്പോൾ നമ്മുടെ ജോയിന്റ് ബാലൻസ്ഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ക്യാരി ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ജോയിന്റ് ബാലൻസ്ഡ് ആയി. സോ നമുക്ക് സൈക്കിൾ 1ഓടെ ഈ പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്യാം. ദെൻ ഓരോ എൻഡിലെയും മൊമെന്റ്സിന്റെ സം എടുക്കുക. യു വിൽ ഗെറ്റ് ദി ഫൈനൽ എൻഡ് മൊമെന്റ്സ്. ഓക്കെ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ മൊമെന്റ്സ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് അതൊന്ന് എടുത്തെഴുതുക. MAB, MBA, MBC and MCB. Final moments കിട്ടിക്കഴിഞ്ഞാൽ then next step draw the bending moment diagram. Bending moment diagram വരയ്ക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? For a statically indeterminate structure, bending moment diagram is the difference between free moment diagram and final moment diagram. Draw the free moment diagram, draw the final moment diagram. രണ്ടിന്റെയും ഡിഫറൻസ് ആയിരിക്കും actual bending moment diagram. Then next, coming back to shear force diagram. Shear force diagram for a statically indeterminate structure എങ്ങനെയാ വരയ്ക്കുന്നത്? ഓരോ സ്പാൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. Draw the free body diagram, apply conditions of equilibrium and finally support reactions for each beam. ഓരോ സ്പാനിലെയും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ ഞാൻ ആദ്യം AB എന്ന സ്പാൻ കൺസിഡർ ചെയ്തു. AB എന്ന സ്പാനിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്തു. സപ്പോർട്ട് റിയാക്ഷൻസ് ആയ RB1 and RA കമ്പ്യൂട്ട് ചെയ്തു. Okay. Similarly, BC in a span consider ചെയ്തു. Free body diagram വരച്ചു. Conditions of equilibrium apply ചെയ്ത് RC and RB2 compute ചെയ്തു. Okay. So, support reactions ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ simply ഒരു ബീമിലെ ഓരോ പോയിന്റിലെയും shear force എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? Same shear force calculate ചെയ്യാം. So, find shear force at A, shear force at B, shear force under the point load and shear force at C. ഓരോ പോയിന്റിലെയും shear force calculate ചെയ്യാം. Okay. ഓരോ പോയിന്റിലെയും shear force കിട്ടിക്കഴിഞ്ഞാൽ then next step is draw the shear force diagram. Okay. So ഇങ്ങനെയാണ് shear force diagram plot ചെയ്യുന്നത്. Already shear force diagram എങ്ങനെ വരയ്ക്കാം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പ്രീവിയസ് ലെക്ചേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടു നോക്കുക. സോ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.